അദ്ദേഹത്തിന്റെ ഐയുടെ കളർ ബ്ലൂ ആണ്. മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആരെയാണ് നമ്മൾ പറയുന്നത്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലോ ആൻഡ് ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് 10ാമത്തെ ദിവസമാണ്. നമ്മുടെ കൂടെ ജസ്വിൻ ഉണ്ട്. ഹായ് ജസ്വിൻ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? Yes. And do you remember what did we do the last days? We learned about parts of speech. Parts of speech നെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത്. Parts of speech എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഈ ദിവസം വരെയുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണേണ്ടതാണ്. നമ്മൾ ഓൾറെഡി 2 എണ്ണമാണ് കഴിഞ്ഞത് അല്ലേ ജസ്വിനെ? ഏതൊക്കെയാണ് കഴിഞ്ഞത്? നൗണും പ്രോനൗണും കഴിഞ്ഞിട്ടുണ്ട്. നൗണും പ്രോനൗണും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോ ഇപ്പൊ തന്നെ വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ബോഡിയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ബോഡിയിൽ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടുകൾ ഉണ്ട് അല്ലെ? ആ ഓരോ പാർട്ടിനും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്. കൈക്ക് കൈയുടേതായ ഫംഗ്ഷൻ, മൂക്കിന് മൂക്കിൻ്റെതായ ഫംഗ്ഷൻ, ചെവിക്ക് ചെവിയുടേതായ ഫംഗ്ഷൻ. അതേപോലെ ഓരോ അവയവത്തിനും ഫംഗ്ഷൻ ഉള്ളതുപോലെ തന്നെ ഒരു സെന്റൻസിൽ വ്യത്യസ്തമായിട്ടുള്ള വേർഡ്സ് ആണ് ഉള്ളത് അല്ലെ ജിഷ്ണെ? ആ വേർഡ്സിന് എല്ലാത്തിനും എന്തുണ്ട്? ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ പാർട്സ് ഓഫ് സ്പീച്ചിന് വ്യത്യസ്തമായ പേരുകൾ പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. നൗൺ എന്താണെന്ന് കണ്ടിരുന്നു, അതോടൊപ്പം തന്നെ പ്രോനൗണും കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഡ്ജക്റ്റീവ് ആണ്. അതിനുശേഷം റിമൈനിങ് പാർട്സ് നമ്മൾ കാണുന്നതായിരിക്കും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതുമാണ്, എപ്പോഴും ഉപയോഗിക്കുന്നതുമാണ്. അതായത് ബ്യൂട്ടിഫുൾ എന്നൊക്കെ എപ്പോഴും പറയാറില്ലേ ജിഷ്ണെ? ഹാൻഡ്സം, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാറില്ലേ? അതെന്താണ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത്? ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി നമ്മൾ പറയുന്നത് അല്ലേ? അവൾ ഭയങ്കര സുന്ദരിയാണ്, അവൻ ഭയങ്കര സുന്ദരനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് എന്താണ്? അഡ്ജക്റ്റീവ് മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. മോഡിഫൈ ചെയ്യുന്ന അതിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കുന്നു. ആരെയാണ് നമ്മൾ പറയുന്നത്? ഒന്ന് നൗണ്. നൗണ് ഇല്ല എങ്കിൽ പ്രോനൗണിനെ, നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യുന്നതാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതൊരു വേർഡ് ആയിരിക്കും അല്ലെ? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വേർഡ് ആയിരിക്കും. സെന്റൻസിലെ മൊത്തമായ സെന്റൻസിലെ ഒരു വേർഡ് ആയിരിക്കും. അത് പ്രോനൗണിനെയോ നൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. വലിയ കോംപ്ലിക്കേറ്റഡ് ഒരു സെൻസ് ആണോ? ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണോ അത്? അല്ല, സിമ്പിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. The first one, she wore a beautiful dress to the party. ഏതാണ് അഡ്ജക്റ്റീവ്? ബ്യൂട്ടിഫുൾ. Why beautiful is adjective? എന്തുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ഒരു അഡ്ജക്റ്റീവ് എടുത്തിരിക്കുന്നത്? അതിന്റെ വ്യക്തിയെ she wore a beautiful dress to the party. ഡ്രസ്സിനെ അല്ലേ ബ്യൂട്ടിഫൈ ചെയ്യുന്നത്? നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡ്രസ് നൗൺ ആണ്. അതല്ലാതെ നൗൺ സെന്റൻസിലുണ്ട്. നമ്മൾ നൗൺ പഠിച്ചു പറഞ്ഞിരുന്നു. ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാകാം? നൗൺ ഉണ്ടാകാം. ഇതില് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ ഡ്രസ്, ഡ്രസ്സിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. എന്താ നെക്സ്റ്റ് എക്സാമ്പിൾ? ജസ്റ്റ് റീഡ് ജസ്വിൻ. The red apple looked delicious. The red apple looked delicious. And which is the adjective here? Red. Red is the adjective and describes whom? The apple. ആപ്പിളിനെയാണ്. ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആപ്പിൾ എന്താണെന്നാണ്? റെഡ് ആണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമ്മള് നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, റീഡ് ലൗഡർ. The big yellow sun shines brightly in the sky. Yes, and what is the noun here? Sun. Sun is a noun and describing big yellow. Big yellow sun എന്ന സണ്ണിനെ ബിഗ് യെല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. സ്കൈയില് എന്താണ്? The big yellow sun shines brightly in the sky. സ്കൈയില് ആകാശത്ത് വളരെ തിളങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന സണ്ണിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. Then next one, there are other few more examples, and this example, the movie seems interesting. The movie seems interesting. Adeyana adjective? Interesting and shows describe whom or describe what?
The movie. മൂവിയുടെ മൂവിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. Next one. What is the next one? The flower looks beautiful. The flower looks beautiful and adjective is Beautiful. beautiful and the noun Flower. the flower name മനോഹരമാണ് എന്ന് പറഞ്ഞ് ബ്യൂട്ടിഫൈ ചെയ്യുന്നു. Then next one. What is the next? She is a kind person. She is a kind person and adjective is kind. Describing whom? She. She അതായത് ആ പേഴ്സൺ അല്ലേ, ആ വ്യക്തിയെ, ഷീയെ, അവളെ ഡിസ്ക്രൈബ് ചെയ്യുന്നു പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട്. Then you all are intelligent students, right? Yes. You are intelligent students. Then what is the adjective there? Intelligent and describing സ്റ്റുഡൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്. Then let's see, എളുപ്പമാക്കാൻ വേണ്ടി, കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വ്യക്തിയെ മനസ്സിലേക്ക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ മനസ്സിലേക്ക് കണ്ടേ വെരി ഫാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തി കണ്ടോ, ഇമാജിൻ ചെയ്തോ, ജസ്റ്റ് ഇമാജിൻ ചെയ്തോ. നമ്മൾ പറയുകയാണ് അദ്ദേഹത്തെ മാത്രം ഇമാജിൻ ചെയ്യുക. അദ്ദേഹത്തെ സൈസ് പറയുകയാണ്, അദ്ദേഹം ടോളാണോ ഷോർട്ടാണോ? ടോളാണെങ്കിൽ നമ്മൾ ഒരു നേരെ വരവച്ച്, അപ്പം അതൊരു അഡ്ജക്റ്റീവ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ്? അദ്ദേഹം ടോളാണെന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ് നോക്കാം. ഫേസ് റൗണ്ട് ആണോ, ഓവൽ ആണോ, വേറെ ഏതെങ്കിലും ഷേപ്പ് ആണോ? ഏതെങ്കിലും ഷേപ്പ് ഇമാജിൻ ചെയ്തോ, ഏതെങ്കിലും ഷേപ്പ് ആണ് ഇമാജിൻ ചെയ്തോ. അപ്പം ആ ഫേസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അതിന്റെ ഷേപ്പ് നോക്കുന്നു, അഡ്ജക്റ്റീവ് ആണ്. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണോ ഉള്ള വ്യക്തിയാണോ അല്ലയോ? വെരി ഹാപ്പി ആയിട്ടുള്ള വ്യക്തിയാണോ? ഹാപ്പി, സാഡ്, അതിന്റെ ഫീലിംഗ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഹി ഈസ് എ വെരി ഹാപ്പി മാൻ. ഹാപ്പി എന്ന് പറയുന്നത് നമ്മളൊരു അദ്ദേഹത്തിന്റെ ഫീലിംഗ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അതും എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ക്യാരക്ടർ, അദ്ദേഹം നല്ല ക്യാരക്ടർ ഉള്ളവരാണോ, ഗുഡ് ക്യാരക്ടർ ആണോ, ബാഡ് ക്യാരക്ടർ ആണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. സ്കിന്നിന്റെ കളർ അല്ലെങ്കിൽ ഹെയറിന്റെ കളർ, ഇതെല്ലാം പറയുന്ന കളർ പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഏജ് പറയാം, അദ്ദേഹം യങ് ആണോ അല്ലെങ്കിൽ ഓൾഡ് ആണോ എന്ന് ഏജ് പറയുന്നതും എന്താണ്? അതും അഡ്ജക്റ്റീവ് അല്ലേ, അതും അഡ്ജക്റ്റീവ് ആണ്. ഒപ്പീനിയൻ പറയാം, നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ഒപ്പീനിയൻ പറയാം. ഡിലീഷ്യസ് നമ്മൾ ഏതെങ്കിലും ഫുഡിനെ പറ്റിയുള്ള ഒപ്പീനിയൻ പറയും. ഈ വ്യക്തിയെ പറ്റി ഒപ്പീനിയൻ ആണല്ലോ നമുക്ക് പറയാൻ എന്താണ്? അദ്ദേഹം ഫ്രണ്ട്ലി ആണ്, ഇന്റലിജന്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയത്തില്ലേ? അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആണ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ പറ്റിയുള്ള ഒപ്പീനിയൻ ആണ്. അപ്പിയറൻസ്, അദ്ദേഹം എങ്ങനെ കാണുന്നു, ബ്യൂട്ടിഫുൾ ആണെങ്കിലും അല്ലെങ്കിൽ ഹാൻസം എന്നൊക്കെ നമുക്ക് പറയുന്നത് എന്താണ്? ആ വ്യക്തിയെ പറ്റിയുള്ള അപ്പിയറൻസിനെ പറ്റിയാണ്. അപ്പൊ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയിൽ എത്രമാത്രം അഡ്ജക്റ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ സൈസിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം, ഷേപ്പിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം, ഫീലിംഗ്സിൽ ഉപയോഗിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റിയിൽ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം, കളറിൽ ഉപയോഗിക്കാം, ഏജിൽ ഉപയോഗിക്കാം, ഒപ്പീനിയനിൽ ഉപയോഗിക്കാം, അപ്പിയറൻസിൽ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് മനസ്സിലാകും? അഡ്ജക്റ്റീവ് മനസ്സിലാകും. ഈസി ആയിട്ട് അഡ്ജക്റ്റീവ് മനസ്സിലാകും. ഇതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഈ പേരുകളൊന്നും അത്ര നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, അതിന്റെ ഉപയോഗിക്കുന്ന വേർഡ്സുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ്, നമ്മൾ സ്മോൾ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിമോൺസ്ട്രേറ്റീവ് അല്ലെ, ഡിമോൺസ്ട്രേറ്റീവ് നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ദിസ് ദാറ്റ്, ദിസ് ദ ബോയ്, ദാറ്റ്സ് എ ബോയ് എന്ന് പറഞ്ഞു ഡിമോൺസ്ട്രേറ്റീവ് ഉണ്ട്. നെക്സ്റ്റ് വൺ പൊസസീവ്, എന്റെ, അവന്റെ, അവളുടെ എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പൈസയുണ്ട്, അവൻ ഇത്ര, സം, മെനി, ഫ്യൂ എന്നൊക്കെ വേർഡുകൾ ഉപയോഗിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഇൻട്രോഗേറ്റീവ് നമ്മൾ കണ്ടിരുന്നു അല്ലെ, ഇൻട്രോഗേറ്റീവ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. വിച്ച്, വാട്ട്, ഹൂസ് എന്ന് പറയുന്നത് അതും അഡ്ജക്റ്റീവ് വരുന്നതാണ്. ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്, എന്താണ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്?
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 1, 2, 3 എന്നൊക്കെ പറയുന്നതും അഡ്ജക്റ്റീവിൽ വരുന്നതാണ്. കമ്പാരിസൺ അതേതാണ് വരുന്നത്? ചോളർ അല്ലെ. നമ്മളൊരു വ്യക്തിയെ പറയുന്നു അവൻ ഈ ക്ലാസ്സിലെ ചോളറാണ്, അല്ലെങ്കിൽ മറ്റവനേക്കാളും ചോളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, കമ്പയർ ചെയ്യുന്നത്. ജസ്വിൻ ജസ്ലിനേക്കാളും ചോളറാണ് എന്ന് നമ്മൾ പറയില്ലേ, കമ്പാരിസൺ. രണ്ടാമത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. സൂപ്പർലേറ്റീവ് പറയുന്നതാണ് അവൻ ടോളസ്റ്റ് ആണ് അല്ലെങ്കിൽ അവൻ സ്മോളസ്റ്റ് ആണ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പം ഇങ്ങനെ വരുന്ന ഇതിന് ഈ കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സും നമുക്കുണ്ട്. കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സിന്റെ ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് മനസ്സിൽ നോർത്താൽ മതി, ബൈഹാർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും ഇതിന്റെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, വ്യക്തിയുടെ പിക്ചർ മനസ്സിലേക്ക് വരണം. ഇത് വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ അഡ്ജക്റ്റീവ്സുകളും നമുക്ക് ഉപയോഗിക്കുന്നത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ മൂന്നാമത്തേതാണ് കണ്ടത്, അതായത് അഡ്ജക്റ്റീവ് ആണ്. ഈ അഡ്ജക്റ്റീവ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്ചർ ഓർമ്മയിൽ വെക്കുക. ഈ പിക്ചർ ഓർമ്മയിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അഡ്ജക്റ്റീവ്സ് എല്ലാം ഓർമ്മയിലേക്ക് വരും. സോ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് എല്ലാം കാണുക. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, see you next class with the next one. Bye bye. Till then, I'm James from Fluent Happy Learning.